75:16 പോലും പറയുന്നത് കേട്ടോ. നിങ്ങൾ അന്യനെ കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിക്കാതിരിക്കാൻ ശ്രമിച്ചു. പ്രത്യേകം ശ്രമിച്ചോണം, ചെറിയ കാര്യം മതി. അതുകൊണ്ട് നമ്മുടെ മാവിനെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത് യാക്കോബ് 3:2 വളരെ ആവശ്യമാണ്. ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോകരുത്. അവതാരമൊക്കെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മുടെ കാലം നിയന്ത്രിക്കണം, കണ്ടോ, കണ്ണിനെ നിയന്ത്രിക്കണം. ലൂക്ക 11:33-36 വരുന്നത്. അപ്പൊ നമ്മുടെ നിയന്ത്രണമാണ് എല്ലാത്തിനും നമ്മളെ കൊണ്ടുപോകുന്ന കർത്താവ്. നമ്മുടെ ഈശോ അതേ വഴി കുറിച്ച് നടന്നു, ഈശോ നടന്ന വഴി കുറിച്ച് നേടാം. ഈ വൈറ്റ് ക്ലോസസ് തോന്നുന്നില്ല. പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കുകയും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാവരെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തെ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിപ്പിക്കും. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞരായി നിർഭരരായിരിക്കും. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിന്റെ വചനം നിങ്ങൾ സമർത്ഥമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാണോ പ്രവൃത്തിയാണോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞനാക്കിക്കൊണ്ട് അതുകൊണ്ട് അവരുടെ നാമത്തിൽ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർ 2:1-5 ദൈവത്തിന്റെ മനോഭാവം, ഈശോയുടെ മനോഭാവം നമ്മളെല്ലാം ഉണ്ടാകണം. എല്ലാവരും കാണാപ്പുറം പഠിക്കണം ഈ വചനങ്ങളെല്ലാം. അപ്പോഴാണ് ഹൃദയത്തിൽ നിൽക്കുന്നത്. ഇടയ്ക്ക് രാത്രി കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓർത്ത് നോക്കണം. സംഗീതം 17 രാത്രി കിടക്കുമ്പോൾ വീട്ടുകാരെ ഓർത്തോണ്ടിരിക്കും. ഇല്ല, ചത്തുപോയ കണ്ടിട്ട് മരിച്ചവൻ നടക്കട്ടെ, നീ പോയി ദൈവരാജ്യം കൊടുക്കുന്നു. 9:60 വചനം പാലിക്കുന്നതുകൊണ്ടാണ് ദൈവം യഥാർത്ഥ ശിഷ്യനാകുന്നത്. യോഹന്നാൻ 8:39 ഈ വചനം പാലിക്കണം. ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എനിക്ക് തന്നെ എന്റെ അറിയാൻ മരിച്ചു, വചനമുണ്ട്, ഞാൻ എവിടെ പോകും? വചനം കൊടുക്കാൻ പോണം, അറിയില്ല, പറ്റിക്കഴിഞ്ഞ് കൂടാൻ പോണം. വചനം കണ്ടോ, ഇതാണ് കർത്താവിന്റെ ഗൃഹം. അത് കർത്താവ് തന്നത് മാത്രം ചെയ്യും. ലോകത്തിന് മുഴുവൻ ദോഷനാണ്, ദൈവത്തിന് മുഴുവൻ ശക്തരാണ്. 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് പുരുഷന്റെ വചനം ദോഷത്വമാണ്. എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പദ്ധതികളും ദൈവം തകരം മറിച്ചു കളയും. നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും നടക്കുകയില്ല. കാരണം എന്താ? കർത്താവിന്റെ അടുക്കൽ ആശ്രയിച്ചിരിക്കുന്ന സ്വന്തം ബുദ്ധിയിലാണ് ആശ്രയിക്കുന്നത്. അതാണ് ഏശയ്യാ 31:2. അതാണ് 1 കൊരിന്ത്യർ 3:18-23 വർണ്ണത്തില്. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ മോശനാക്കട്ടെ. എന്നാൽ ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് മോശത്വമാണ്. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങൾ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നുവെന്നും എഴുതിയിരിക്കുന്നു. അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട, എല്ലാം നിങ്ങളുടെ സ്വന്തമാണ്. പൗലോസും അപ്പോളോസും കേഫായും ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളവയും ഉണ്ടായിരിക്കുന്നവയും എല്ലാം നിങ്ങളുടേതല്ലേ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ദുരിതം വരുന്ന സമയത്താണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. യോഹന്നാൻ 6:44-55 പിതാവിനാൽ ആവശ്യക്ക് കൃപ വരുന്ന സമയമാണ്. അത് സ്വർഗ്ഗം വളരെ തുറന്നു വരുമ്പോഴാണ്. യോഹന്നാൻ 3:27 ആ സമയത്ത് വിളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഏറ്റവും പ്രയാസമുള്ള സമയത്താണ് വചനമെല്ലാം നമ്മൾ അറിയുന്നത്. 1 തെസ്സലോനിക്ക 1:6 ക്ലേശകരമായ സമയത്താണ് നമ്മൾ വചനം കർത്താവ് തുറക്കുന്ന നിർത്തും. എല്ലാം തുറന്നു വരുന്ന കർത്താവ് ഈശോ വന്നു കഴിയുമ്പോൾ ആ സംഭവം, ആ വചനം എല്ലാം വന്ന് അറിയുന്നതായിട്ട്. അപ്പൊ അർദ്ധരാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. 1 മണിക്കൂർ പ്രാർത്ഥിക്കുക. കർത്താവ് പറഞ്ഞില്ലേ, എന്റെ കൂടെ 1 മണിക്കൂർ ഇരുന്ന് കൂടെ എല്ലാം പൂർക്കം മരിച്ചിരുന്നു പറഞ്ഞു. എവിടെയാ വരുന്നത്? മത്തായി 26:36-46 വരുന്നത്. ആരൊക്കെ കിടന്ന് 3 നില ഇരുത്തിയിട്ടും പോയി അന്നത്തെ എങ്ങനെയാ വരുന്നത്? ചെറിയ ഓർത്ത് വേണം. കൂർക്കം വിളിച്ച് പത്രോസും യാക്കോബും എല്ലാം ഈശോ പോയി കൊട്ടി വിളിച്ചു. എന്നിട്ട് ഈശോ പോയിട്ട് പിന്നെ വന്നപ്പോൾ ഉറങ്ങിയാലും പോയ അർത്ഥം. പിന്നെ വന്നപ്പോ 3ാമത് ഉറങ്ങുന്നു. സങ്കീർത്തനം 119-62-148 വാക്യത്തില് അർദ്ധരാത്രിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനെ പ്രവർത്തിച്ചു. ഈശോയുമായി ഒന്നിച്ച് കണ്ടോ. ഞാൻ ഒരിക്കലും
ഒരു റെസ്റ്റോറൻറ്റ് പറഞ്ഞ പക്ഷേ ഞങ്ങൾ ഓർഡർ ഇതില്ല. പക്ഷെ ഞാൻ ഒളിച്ചിരുന്ന് ഓർഡർ എന്ന് പറഞ്ഞു, ഒളിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ്, പക്ഷെ എന്തെല്ലാം ദൈവം വെളിപ്പെടുത്തി തന്ന ഞാനൊരു പുതിയ മനുഷ്യൻ, പുതിയ സൃഷ്ടി. 65 17-25 യേശുവിൽ വരുന്ന പുതിയ സൃഷ്ടികളാണ്, പുതിയ ചൈതന്യമാണ്, പുതിയ പ്രവാചകനാണ്, എല്ലാം പുതിയതാണ്. വെളിപാട് 21:5 അമ്മായിയമ്മയും മരുമകളും കൂടി ഒരു കട്ടിലേക്ക് എടുക്കാറുണ്ട്. ഈശോ വന്നാല് മനസ്സിലും വളരെ അടുക്കോട്ട് ഒന്നിച്ചാവെന്ന് പറയുന്നുണ്ട്. ബെലവഡ് മൈ മോസ്റ്റ് ബെലവഡ് എന്നും പറഞ്ഞു പുറകെ കണ്ടോ, ഒഴിച്ചിടുന്ന പുറകെ എന്ന് പറയുന്നത് ഒന്നിച്ചൊരു 11-9 വനമാണ് പുതിയ സൃഷ്ടിയത്. അതാണ് യെശയ്യാ 31:1-10 എല്ലാം വിട്ടുപോയി. പഴയ പ്രയാസങ്ങളും ദുഃഖങ്ങളെല്ലാം കണ്ടു. അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ അനുസരണം ഇല്ലാത്തതാക്കുന്നത് അവനെ നേടാനാണെന്ന്. ദൈവത്തിന്റെ പദ്ധതിയാണ്. റോമ 11:30-39 ഇപ്പൊ പലരും കുട്ടിച്ചു പിടിച്ചൊക്കെ നടക്കുന്നുണ്ടല്ല, തെമ്മാടികളായിട്ട് അല്ലെ നമ്മുടെ വീട്ടിലും അവിടെ നടന്നോട്ടെ. വരുന്ന സമയത്ത് നിങ്ങളെക്കാളും മുമ്പിലായി അറിഞ്ഞിരിക്കുക. അതാണ് മത്തായി 20:1-16, മത്തായി 19:30. കാരണം നിങ്ങളെല്ലാം അവരെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. ആവരീശ്വര് വരുമ്പോഴോ കാരണം എന്നന്ന് ആരെല്ലാം വിളിച്ചിട്ടുണ്ട് ഒരു കാലത്ത് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഈശോ സ്പർശിച്ചു കഴിഞ്ഞപ്പോ ഇന്ന് അവരെല്ലാം പുറകാം. എന്നെ കൊണ്ടുപോയി എന്റെ ഭാര്യയെ വിളിച്ചു, പക്ഷെ ഭാര്യ പുറകു മുമ്പ് ഞാൻ വരും. ഞാൻ ദൈവത്തിന് പതിതാണ്. ഇപ്പൊ എന്നോട് അസൂയ ഉണ്ടാവും. അവനുണ്ടാവും ആത്മീയസൂയൻ, ഭയങ്കര അസൂയ. വിശ്വാസത്തിന് നല്ല സുഖം ആത്മീയസൂയ വരുമ്പോഴാണ്. അതാണ് മത്തായി 20:15 എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ കൊടുക്കുന്നു, നീ ആരാണ് ചോദിക്കാൻ ദൈവത്തിനോട് ചോദിക്കുകയാണ്. ആത്മീയസൂയ വരുമ്പോഴാണ്. എപ്പോഴും സ്ഥാപനം 11-12 സാക്ഷിയുടെ വസിക്കുന്ന അന്ധകാര ശക്തി ബാധിക്കും. അനേക രഹസ്യങ്ങളുണ്ട് ആത്മാവില്. യെശയ്യാ 45:3 എന്താണോ ധ്യാനിച്ചു നോക്ക്. യോഹന്നാൻ 12:24 പുറത്തുള്ള മണി അതുപോലെ ഇരുന്ന് അവിടെ ഇരിക്കും. 10 കൊല്ലം കഴിഞ്ഞാല് അവിടെ ഇരിക്കും. കാരണം ഒന്നും ശരിക്കും കൊടുക്കണ്ടേ? സ്വീകരിക്കും. എങ്ങനെ വരും? നിങ്ങളെല്ലാം വിളിച്ചിരിക്കുകയാണ്, തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൊടുക്കാൻ കഴിയില്ല, ഈശ്വരൻ കൊടുക്കാൻ കഴിയില്ല. എല്ലാം മായം ചേർക്കാം, കച്ചവടം. 2 കൊരിന്ത്യർ 2:17 എന്താണ് വിശുദ്ധ പൗലോസ് പറയുന്നത് കേൾക്കുക. ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്. അവരെ പോലെ അല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരും ദൈവസന്നിധിയിൽ വിശ്വസ്തരെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. വിശ്വസ്തരായിരിക്കണം. നമ്മള് 1 കൊരിന്ത്യർ 4:2 ഈശോയുടെ വിശ്വസ്ത വേണം. കാര്യസ്ഥ വിശ്വസ്തകളും നമുക്ക് ഓരോരുത്തർക്കും വേണം. അതുകൊണ്ടാണ് സ്വന്തം ഇഷ്ടപ്രകാരം വേണം നാം പ്രവർത്തിക്കാൻ. 2 കൊരിന്ത്യർ 6-13 വേണം. ആരും വിളിച്ചിട്ടല്ല ചെയ്യേണ്ടത്. ആത്മാവിൽ പ്രചോദിപ്പിച്ച് സ്വന്തം കർത്താവ് പ്രവർത്തിക്കണം. കർത്താവിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി സ്വന്തം കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തിക്കോളും. നിന്ന് കൊടുത്താൽ മതി. നമ്മളെല്ലാം ദൈവത്തിൽ ഈശോയുടെ പടയാളികളാണ്. 2 തിമോഥെയോസ് 2:1-3 എന്റെ മകനെ, നീ യേശു ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അപ്പൊ എന്തെന്ന ശക്തി സ്വീകരിക്കുന്ന കൃപാവരത്തിൽ നിന്നാണ്. ഈ കൃപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ കൂടെയാണ്. ഗലാത്യർ 6:17-18 നമ്മുടെ ആത്മാവിന്റെ കൂടെയാണ്. അതാണ് പല കാലത്തൊക്കെ മരിക്കുന്ന സമയത്ത് ഈശോ മറിയോസേപ്പിനെ വിളിച്ചു വരുന്നത് ഇല്ലേ? ആ ഒറ്റത്തിക്കൊന്ന് വിളിക്കുക, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു. വലിയ പോവുക പിന്നെ പോയതിനെ വലിയ താക്കോലമായി വെച്ചിരിക്കുകയല്ലേ, ആർക്കും കൊടുക്കാതെ. മത്തായി 6:21 നിക്ഷേപം എവിടെയാണ്? അവിടെയാണ് നിന്റെ ഹൃദയം. നിനക്ക് 2 പേരെ ഒരിക്കലും ഒരേപോലെ സേവിക്കാൻ പറ്റില്ല. മത്തായി 6:24 ലൂക്ക 16:13 അവ വിളിച്ചവരില്ല. അതുകൊണ്ട് പശ്ചാത്തലത്തോട് അനുഭവത്തിൽ കൂടി വരുമ്പോഴാണ്. അതാണ് പത്രോസിനോട് യഹൂദർ ചോദിച്ചത്, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അപ്പുറത്തെ പോലെ 2:37 നിങ്ങൾ പശ്ചാത്തലിക്കുക, തിരിച്ചു വരിക, മക്കളെ തിരിച്ചു വരിക. എവിടെയെല്ലാമാണ് മക്കളെ തിരിച്ചു വരിക, വരിക വരിക, എല്ലാവരും തിരിച്ചു വരാനാണ് പറയുന്നത്. ആ ഉപമ തന്നെ രൂപപ്പെട്ട ഉപമ, തിരിച്ചു വരിക. ദൈവം എന്താണ് നമ്മൾ സ്വീകരിക്കുന്നത് കണ്ടോ? പക്ഷെ കപട ഹൃദയത്തിന് കർത്താവ് ഏറ്റവും വൈരാഗ്യം ആരോടായിരുന്നു അറിയാമോ?
ഭയങ്കര ഇഷ്ടകേട്. സർപ്പാണെങ്കിൽ എന്നൊക്കെ കുളിക്കുന്ന കേട്ടിട്ടില്ലേ? ആരോടാ? മക്കളെ 26-81 ഒരു കപടനാണ് ആദ്യം നരകത്തിൽ പോകുന്നത്. ഈശ്വരൻ അറിഞ്ഞിട്ടും ഈശ്വരൻ വരാൻ കഴിയില്ല. അവിടെ കിടക്കുകയാണ് കൊല്ലങ്ങളോളം. എന്നിട്ട് തപ്പിച്ചോണം. ഈശ്വര പ്രകൃതമാണോ? ഈശ്വര സ്നേഹമാണോ? ഈശ്വരനെ സ്വീകരിക്കുക. പൂർണ്ണ രൂപത്തിൽ നാം സ്വീകരിക്കണമില്ല അവരുടെ സാധനം. ആ ഈ അവസരം ദൈവം അതിനാണ് ഉണ്ടാക്കി തന്നത്. പൂർണ്ണ ഹൃദയത്തോട് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സമയം അതിന് പൂർണ്ണ ഹൃദയത്തിൽ കണ്ണടച്ച് പിടിക്കാൻ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ആരെല്ലാം മനസ്സാന്തരപ്പെടാൻ ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി. അവർക്കെല്ലാം ദൈവം മനസ്സാന്തരം കൊടുക്കും.